നമസ്കാരം. നമ്മൾ ഇന്ന് പൊളിറ്റിക്കൽ തിയറി, അതായത് രാഷ്ട്രതന്ത്രത്തിലെ രണ്ടാമത്തെ ചാപ്റ്റർ പഠിക്കാൻ പോവുകയാണ്. ചാപ്റ്ററിന്റെ പേര് ഫ്രീഡം, മലയാളത്തില് സ്വാതന്ത്ര്യം. പരീക്ഷയ്ക്കിനി ഒരാഴ്ചയുള്ളൂ അല്ലേ? അപ്പൊ ഈ ചാപ്റ്റർ എങ്ങനെ സിമ്പിളായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങാമെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു വിശകലനം തീർച്ചയായും നിങ്ങളെ സഹായിക്കും. അപ്പൊ നമുക്ക് ഈയൊരു കോട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. നോക്കൂ, ഓങ് സാൻ സൂചി പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന്. എന്നെ സംബന്ധിച്ച് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഭയത്തിൽ നിന്നുള്ള മോചനമാണ്. അതായത് സ്വാതന്ത്ര്യം എന്ന് കേൾക്കുമ്പോൾ അതൊരു വെറും പൊളിറ്റിക്കൽ വാക്കായിട്ട് കാണരുത്. അത് ശരിക്കും നമ്മുടെ ഉള്ളിലുള്ളൊരു ഫീലിംഗ് ആണ്. ഭയമില്ലാതെ ജീവിക്കാൻ പറ്റുന്നൊരവസ്ഥ. അതിലാണ് നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങുന്നത്. അപ്പോൾ ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ശരിക്കും ഒരു മഹത്തായ ആശയമാണ്. ഈ ഒരൊറ്റ ഐഡിയയ്ക്ക് വേണ്ടി ലോകത്തിൽ ഒരുപാട് വലിയ വലിയ ആളുകൾ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ത്യാഗങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ശക്തി എത്രത്തോളം വലുതാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ രണ്ടുപേരുടെ കാര്യം തന്നെ നോക്കൂ. നെൽസൺ മണ്ടേല, അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ 28 വർഷമാണ്, ഒന്നോ രണ്ടോ ദിവസമല്ല, 28 വർഷമാണ് ജയിലിൽ കിടന്നത്. എന്തിനുവേണ്ടി? അവിടുത്തെ വർണ്ണവിവേചനത്തിനെതിരെ പോരാടാൻ. ഇനി ഓങ് സാൻ സൂചിയുടെ കാര്യമോ? സ്വന്തം ഭർത്താവ് അസുഖം ബാധിച്ചു മരിക്കാൻ കിടന്നപ്പോൾ പോലും അദ്ദേഹത്തെ കാണാൻ പോകാൻ പറ്റില്ല. കാരണം പോയാൽ ചിലപ്പോൾ തിരിച്ചു നാട്ടിലേക്ക് വരാൻ പറ്റില്ല, തന്റെ ജനങ്ങളോട് നിൽക്കാൻ പറ്റില്ല എന്ന് അവർ പേടിച്ചു. അപ്പോൾ ഇത്രയും വലിയ ത്യാഗങ്ങളൊക്കെ ഇവർ സഹിച്ചത് എന്തിനാ? ആ ഒരൊറ്റ കാര്യത്തിനു വേണ്ടിയായിരുന്നു, തങ്ങളുടെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ. ഓക്കെ, അപ്പോൾ സ്വാതന്ത്ര്യം എന്ന ആശയത്തിന്റെ ഒരു പവർ എന്താണെന്ന് നമുക്കിപ്പോൾ മനസ്സിലായി. ഇനി നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ട കാര്യങ്ങളിലേക്ക് കടക്കാം. എന്താണ് സ്വാതന്ത്ര്യം? അതിന്റെ ഡെഫിനിഷൻ എന്താണ്? നമുക്ക് സ്റ്റെപ്പായിട്ട് പഠിക്കാം. ഇതൊന്ന് വളരെ പതുക്കെ ശ്രദ്ധിച്ചു കേൾക്കണം. സ്വാതന്ത്ര്യത്തിന്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഡെഫിനിഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് ഉത്തരം: പുറത്തുനിന്നുള്ള നിയന്ത്രണങ്ങളുടെ അഭാവം. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ കൺസ്ട്രെയിൻസ്. അതായത് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പുറത്തുനിന്ന് ആരുമില്ലാത്തൊരവസ്ഥ. പക്ഷേ ഒരു കാര്യം ഓർക്കണം, ഇത് ഉത്തരത്തിന്റെ ഒരു പകുതി മാത്രമേ ആവുന്നുള്ളൂ, മുഴുവൻ ഉത്തരമല്ല ഇത്. അതായത് സ്വാതന്ത്ര്യത്തിന് 2 വശങ്ങളുണ്ട്, 2 തലങ്ങളുണ്ട്. ഒന്നാമത്തേത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പുറത്തുനിന്നുള്ള നിയന്ത്രണങ്ങൾ ഇല്ലാതിരിക്കുക. രണ്ടാമത്തേത് നമ്മുടെ കഴിവുകളൊക്കെ വളർത്താനും വികസിപ്പിക്കാനുമുള്ള സാഹചര്യം ഉണ്ടാവുക. അപ്പോ ഒന്ന് തടസ്സങ്ങളില്ലാതിരിക്കലാണ്, മറ്റേത് അവസരങ്ങൾ ഉണ്ടാവലാണ്. ഇതിനെയാണ് നമ്മൾ വളരെ പ്രധാനപ്പെട്ട 2 വാക്കുകൾ ഉപയോഗിച്ച് പറയുന്നത്: ഫ്രീഡം ഫ്രം എന്നും ഫ്രീഡം ടു എന്നും. അപ്പോൾ ഇവിടെ സ്വാഭാവികമായും ഒരു സംശയം വരാനല്ലേ? ഒരു നിയന്ത്രണവും വേണ്ട എന്നതാണ് സ്വാതന്ത്ര്യമെങ്കിൽ പിന്നെന്തിനായി ട്രാഫിക് ലൈറ്റും നിയമങ്ങളൊക്കെ? എന്തിനാ സമൂഹത്തിലെ ഇത്രയധികം റൂൾസ്? ഈ ഒരു ചോദ്യത്തിൽ നിന്നാണ് നമ്മൾ അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിലേക്ക് പോകുന്നത്. ശരി, അപ്പോൾ നമുക്ക് ആ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്താം. എന്തുകൊണ്ടാണ് നമുക്ക് ചില നിയന്ത്രണങ്ങൾ വേണ്ടിവരുന്നത്? ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ് കേട്ടോ. ഒന്ന് ആലോചിച്ചു നോക്കിക്കേ, റോഡിൽ ട്രാഫിക് നിയമങ്ങളേയില്ല, ഇഷ്ടമുള്ള പോലെ വണ്ടി ഓടിക്കാം. എന്ത് സംഭവിക്കും? ആകെ ബഹളവും അപകടവുമാകും, അല്ലേ? അല്ലെങ്കിൽ പാർക്കിങ്ങിന്റെ പേരിൽ ആളുകൾ തമ്മിൽ എന്നും വഴക്കാകും. അപ്പോ സമൂഹത്തിൽ പലതരം അഭിപ്രായങ്ങളുള്ള ആളുകൾക്ക് ഒരുമിച്ച് സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ ചില ബേസിക് നിയമങ്ങളും നിയന്ത്രണങ്ങളും എന്തായാലും വേണം, ഇല്ലെങ്കിൽ ആകെ കുഴപ്പമാകും. ഓക്കെ, നിയന്ത്രണങ്ങൾ വേണം, പക്ഷേ ഏത് തരം നിയന്ത്രണങ്ങളാകാം? എവിടെയൊക്കെ നിയന്ത്രിക്കാം, എവിടെയൊക്കെ പാടില്ല? ഇതെങ്ങനെയാ തീരുമാനിക്കുക? അതിന് ഒരു വഴിയുണ്ട്. അതിനൊരു ഫോർമുല പോലെ ഒരു തത്വമുണ്ട്. ജോൺ സ്റ്റുവർട്ട് മിൽ എന്ന ചിന്തകൻ മുന്നോട്ട് വെച്ച ഹാനിയുടെ തത്വം. ഇംഗ്ലീഷിൽ നമ്മളിതിനെ ഹാം പ്രിൻസിപ്പിൾ എന്ന് പറയും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശരി, അപ്പോ ഈ ഹാം പ്രിൻസിപ്പിൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് വളരെ സിമ്പിളാണ്. സ്റ്റെപ്പ് 1: നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം അത് നമ്മളെ മാത്രമാണോ ബാധിക്കുന്നത്, അതോ മറ്റുള്ളവരെയും ബാധിക്കുമോ എന്ന് നോക്കുക. സ്റ്റെപ്പ് 2: അത് നമ്മളെ മാത്രം ബാധിക്കുന്ന കാര്യമാണെങ്കിലോ? ഉദാഹരണത്തിന്, നിങ്ങൾ എന്ത് പാട്ട് കേൾക്കുന്നു, എന്ത് വസ്ത്രമിടുന്നു, അതിൽ സ്റ്റേറ്റ്, അതായത് ഗവൺമെന്റ്, ഇടപെടാനേ പാടില്ല. അത് നിങ്ങളുടെ മാത്രം കാര്യമാണ്. സ്റ്റെപ്പ് 3: ഇനി അത് മറ്റുള്ളവരെയും ബാധിക്കുന്ന കാര്യമാണെങ്കിലോ? അപ്പൊ സ്റ്റേറ്റിന് ഇടപെടാമോ? അവിടെയാണ് അടുത്ത ചോദ്യം വരുന്നത്. സ്റ്റെപ്പ് 4: ആ കാര്യം മറ്റുള്ളവർക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് അത് ഗുരുതരമായ ഒന്നാണോ? സീരിയസ് ഹാം ആണോ? ഉദാഹരണത്തിന്, ഒരാളെ അടിക്കുന്നത്, അത് സീരിയസ് ആണ്. അങ്ങനെയുള്ള കാര്യങ്ങളെ നിയമം വെച്ച് തടയാം. എന്നാൽ ചെറിയ ശല്യങ്ങളാണെങ്കിലോ? നിയമം വേണ്ട, ചിലപ്പോഴൊരു സാമൂഹികമായ എതിർപ്പൊക്കെ മതിയാകും. അപ്പോൾ ഗുരുതരമായ ഹാനി എന്ന വാക്ക് ഓർത്തുവെക്കുക. ഓക്കെ, ഇനി നമ്മൾ ഈ ചാപ്റ്ററിലെ ഏറ്റവും
ഏറ്റവും ഇമ്പോർട്ടന്റ് ആയൊരു ഭാഗത്തേക്കാണ് പോകുന്നത്. പരീക്ഷയ്ക്ക് 100% ചോദ്യം പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയ, നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ലിബർട്ടി. ഇത് കേട്ട് പേടിക്കണ്ട, വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാം. ഈ ഭാഗം കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ക്ലിയർ ആവും. ദാ ഈ ടേബിളിലേക്കൊന്ന് നോക്കൂ. നമുക്കിതിനെ താരതമ്യം ചെയ്ത് പഠിക്കാം. ആദ്യം നെഗറ്റീവ് ലിബർട്ടി. അതിന്റെ അർത്ഥമെന്താ? ഫ്രീഡം ഫ്രം, അതായത് മറ്റുള്ളവർ ഇടപെടാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം. ഇനി പോസിറ്റീവ് ലിബർട്ടി നോക്കൂ. അതിന്റെ അർത്ഥം ഫ്രീഡം ടു എന്നാണ്, അതായത് നമുക്കെന്തെങ്കിലും ചെയ്യാൻ, നമ്മുടെ കഴിവുകൾ വികസിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം. അപ്പം നെഗറ്റീവ് ലിബർട്ടി എന്തിനാണ് ഊന്നൽ കൊടുക്കുന്നത്? നമുക്ക് ആരും ശല്യം ചെയ്യാത്ത ഒരു പ്രൈവറ്റ് സ്പേസ് ഉണ്ടാക്കാനാണ്. എന്നാൽ പോസിറ്റീവ് ലിബർട്ടി എന്തിനാണ് ഊന്നൽ കൊടുക്കുന്നത്? നമുക്ക് വളരാനുള്ള വിദ്യാഭ്യാസം, ആരോഗ്യം പോലുള്ള സാഹചര്യങ്ങൾ ഒരുക്കാനാണ്. ഈ ടേബിൾ അപ്പടേ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുത്തോളൂ. റിവിഷൻ സമയത്ത് ഭയങ്കരമായി ഉപകാരപ്പെടും. നെഗറ്റീവ് ലിബർട്ടി ഓർത്തിരിക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്. നിങ്ങളുടെ ചുറ്റും ഒരു മതിലുണ്ടെന്ന് സങ്കൽപ്പിക്കൂ. ആ മതിലിനകത്ത് നിങ്ങളുടെ സ്വന്തം ലോകമാണ്. അങ്ങോട്ട് ആരും വരില്ല, ഗവൺമെന്റ് പോലും നിങ്ങളെ ശല്യം ചെയ്യില്ല. ആ ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയ, അതാണ് നെഗറ്റീവ് ലിബർട്ടി. അതായത് ഫ്രീഡം ഫ്രം ഇന്റർഫിയറൻസ്, ഇടപെടലുകളിൽ നിന്നുള്ള മോചനം. ഇനി പോസിറ്റീവ് ലിബർട്ടി എങ്ങനെ ഓർക്കാം? അതിനൊരു പൂവിന്റെ ഉദാഹരണം എടുക്കാം. ഒരു ചെടിക്ക് പൂക്കണമെങ്കിൽ അതിന് വെറുതെ നിന്നാൽ മതിയോ? പോരാ. അതിന് നല്ല മണ്ണ് വേണം, വെള്ളം വേണം, സൂര്യപ്രകാശം വേണം, അല്ലേ? അതുപോലെയാണ് ഒരു മനുഷ്യനും. ഒരാൾക്ക് അയാളുടെ കഴിവുകൾ പൂർണ്ണമായി വികസിപ്പിക്കണമെങ്കിൽ അയാൾക്ക് ചില സാഹചര്യങ്ങൾ വേണം. ദാരിദ്ര്യമുണ്ടാകരുത്, നല്ല വിദ്യാഭ്യാസം കിട്ടണം, ജോലി ചെയ്യാൻ അവസരങ്ങൾ വേണം. ഈ സാഹചര്യങ്ങളൊക്കെ സമൂഹം ഒരുക്കി കൊടുക്കണം. ഇതാണ് ഫ്രീഡം ടു ഡെവലപ്പ്, സ്വയം വികസിക്കാനുള്ള സ്വാതന്ത്ര്യം. ഇതാണ് പോസിറ്റീവ് ലിബർട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ നെഗറ്റീവ് പോസിറ്റീവ് ലിബർട്ടിയൊക്കെ പഠിച്ചു. ഇനി ഈ ആശയങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പഠിക്കാം. അതാണ് അഭിപ്രായ സ്വാതന്ത്ര്യം, അതായത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ജെ.എസ്. മില്ലിന്റെ 4 കാരണങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് നമുക്കൊട്ടും യോജിപ്പില്ലാത്തൊരു അഭിപ്രായമാണെങ്കിൽ പോലും അതിനെന്തിന് നമ്മൾ സംരക്ഷിക്കണം? അതിന് 4 കാരണങ്ങളാണ് അദ്ദേഹം പറയുന്നത്. 1. ലോകത്തുള്ള ഒരു ഐഡിയയും 100% തെറ്റല്ല. അതിലെവിടെയെങ്കിലും ഒരു ചെറിയ ശരിയുടെ അംശമുണ്ടാകും. 2. സത്യം എങ്ങനെയാ പുറത്തുവരുന്നത്? ശരിയും തെറ്റും, അല്ലെങ്കിൽ 2 വ്യത്യസ്ത അഭിപ്രായങ്ങളും തമ്മിലൊരു ചർച്ച നടക്കുമ്പോഴാണ് യഥാർത്ഥ സത്യം പുറത്തുവരുന്നത്. 3. ഇങ്ങനെ എപ്പോഴും ചർച്ച നടന്നില്ലെങ്കിൽ സത്യമെന്നത് ആരും ചിന്തിക്കാതെ പറയുന്നൊരു വാക്കുമാത്രമായി പോകും. 4. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് നമ്മൾ വിഡ്ഢിത്തം അല്ലെങ്കിൽ തെറ്റ് എന്ന് പറയുന്നൊരാശയം ചിലപ്പോൾ നാളെ അതായിരിക്കും ശരിയെന്ന് ലോകം അംഗീകരിക്കുന്നത്. ശരി, അപ്പം നമ്മൾ ഈ ചാപ്റ്ററിന്റെ ഏകദേശം അവസാന ഭാഗത്തേക്കെത്തി. നമുക്ക് പഠിച്ച കാര്യങ്ങൾ പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്യാം. പരീക്ഷയ്ക്ക് വേണ്ടി ഉറപ്പായും ഓർത്തിരിക്കേണ്ട കുറച്ച് പോയിന്റ്സ്. ഒന്നാമത്തേത് ഹാം പ്രിൻസിപ്പിൾ അഥവാ ഹാനിയുടെ തത്വം. എന്താണത്? മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തിൽ നമുക്ക് എപ്പോഴിടപെടാം? അയാൾ മറ്റൊരാൾക്ക് ഗുരുതരമായ ഹാനി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ മാത്രം. ആ ഗുരുതരമായ എന്ന വാക്ക് മറക്കരുത്. രണ്ടാമത്തേത് നെഗറ്റീവ് ലിബർട്ടി, അതായത് ഫ്രീഡം ഫ്രം. ഓർക്കാനുള്ള എളുപ്പവഴി എന്താണ്? നെഗറ്റീവ് എന്നാൽ നോൺ ഇന്റർഫിയറൻസ്, ആരും ഇടപെടാത്തൊരു മേഖല. മൂന്നാമത്തേത് പോസിറ്റീവ് ലിബർട്ടി, അതായത് ഫ്രീഡം ടു. ഇതെങ്ങനെ ഓർക്കാം? പോസിറ്റീവ് എന്നാൽ സമൂഹം നമുക്ക് പോസിറ്റീവായി ചില സാഹചര്യങ്ങൾ ഒരുക്കിത്തരുന്നു, എനേബിളിംഗ് കണ്ടീഷൻസ്. അപ്പോൾ ഈ ചാപ്റ്ററിലെ മെയിൻ ഐഡിയാസൊക്കെ നിങ്ങൾക്കിപ്പോൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി ഈ ഒരു കോൺഫിഡൻസോടെ നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടി എങ്ങനെ റെഡിയാവാമെന്ന് നോക്കാം. ഇനി ഒരാഴ്ചയല്ലേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: 3 സിമ്പിൾ സ്റ്റെപ്സ്. 1. ഈ വീഡിയോ ഒന്നുകൂടി കേൾക്കുക, അപ്പോൾ കോൺസെപ്റ്റ്സ് ഒക്കെ നല്ല ക്ലിയർ ആകും. 2. ടെക്സ്റ്റ് ബുക്കിന്റെ പുറകിലുള്ള ചോദ്യങ്ങളെടുത്ത് സ്വയം ഉത്തരം എഴുതി നോക്കുക. 3. നമ്മളിപ്പോൾ റിവൈസ് ചെയ്ത പ്രധാനപ്പെട്ട ഡെഫിനിഷനുകളുണ്ടല്ലോ, അത് എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുൻപ് ഒന്ന് വായിച്ചു നോക്കുക. ഇത്രയും ചെയ്താൽ മതി. നിങ്ങൾക്ക് തീർച്ചയായും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് മഹാത്മാഗാന്ധിയുടെ ഈ ഒരു വാക്കിൽ നിർത്താം. നമ്മൾ നമ്മളെ തന്നെ ഭരിക്കാൻ പഠിക്കുമ്പോഴാണ് സ്വരാജാകുന്നത്. എന്താ അതിന്റെ അർത്ഥം? യഥാർത്ഥ സ്വാതന്ത്ര്യമെന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ പോയി എന്നത് മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും നമ്മളെ തന്നെ ഭരിക്കാൻ, നിയന്ത്രിക്കാൻ പഠിക്കുമ്പോഴാണ് അത് പൂർണ്ണമാകുന്നത്. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതൊക്കെ ഈ ഒരു വലിയ ഐഡിയയുമായി കണക്റ്റഡാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയൊക്കെയാണ് ഈ ഫ്രീഡം ഫ്രം ഫ്രീഡം ടൂവും നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നത്? നന്നായി പഠിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ.